എങ്ങനെയാണ് ഈ നെഗറ്റീവ് പറഞ്ഞ ആളുകളെ കൊണ്ട് ഇത്ര പോസിറ്റീവായി പറയിപ്പിക്കുന്നത്? ഏറ്റവും നല്ല മറുപടി എന്ന് പറയുന്നത് സൈലൻസ് ആണ്. നമ്മളൊരാൾ കുറേ കല്ലെറിഞ്ഞു, കുറേ ഉപദ്രവിച്ചു, കുറേ കുറ്റം പറഞ്ഞു, കുറേ നെഗറ്റീവ് കമൻസ് നമ്മൾ പ്രതികരിക്കാൻ പോകരുത്. നമ്മുടെ സ്റ്റാൻഡിൽ അങ്ങ് ഉറച്ചങ്ങ് പൊക്കോണം. നമ്മളെ ഒരു എയിം ഉണ്ടല്ലോ, നമ്മൾ എന്തിനാണ് സോഷ്യൽ മീഡിയ കയറിയത്? ഓക്കെ, നമുക്ക് കുറച്ച് നല്ല വീഡിയോസ് ചെയ്യണം, നമുക്ക് ഭാവിയിൽ ഒരു നല്ലൊരു സിനിമയിൽ കയറണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യണം ലൈഫ്. അതിനുവേണ്ടിയാണ് ഞാൻ സോഷ്യൽ മീഡിയ സത്യം പറഞ്ഞാൽ വന്നത്. അപ്പോൾ എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ്. ഞാൻ അത് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന വ്യക്തിയാണ്. എനിക്ക് ഒരുപാട് ഇനിയും കുറേ പടവുകൾ കയറാനുണ്ട്. അപ്പം അതിനിടയ്ക്ക് നെഗറ്റീവ് കമന്റ്സ് കണ്ടിട്ട് ടെൻഷൻ നോക്കാനുള്ള ടൈം ഒന്നാമതില്ല, രണ്ടാമത് ഇത് കണ്ടിട്ട് ടെൻഷൻ അടിച്ച് വീട്ടിൽ അലമുറയിട്ട് കറിയാനുള്ള ടൈം എനിക്കില്ല. എനിക്ക് എൻ്റെ എയിമിലേക്ക് എത്താനുള്ള ഒരു ഫോക്കസ് ആണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ നോർമലി ഒന്നും അങ്ങനെ പ്രതികരിക്കാറില്ല. അതുകൊണ്ടായിരിക്കും കുറെയൊക്കെ. പിന്നെ ഞാൻ ഇടുന്ന ഡ്രസ്സിന് നല്ല അഭിപ്രായം വരാറുണ്ട്. അത് ഞാൻ പറയാൻ പറ്റില്ല. ഒരാളെ കാണുമ്പോ ജാസിനെ റീൽ ചെയ്തിട്ടുണ്ട്, ഇതാരെ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു, അതിനൊരു കൗണ്ടർ ഉണ്ടല്ലോ, തിരിച്ചു പറ. ഞാൻ പറഞ്ഞാണോ? അതെ, എന്താ തോന്നാൻ മാഷിന് ഭഗവതി മുമ്പ് കണ്ടുള്ള പരിചയമൊന്നുമില്ലല്ലോ. അത് ആശി പറഞ്ഞ ഡയലോഗ് ആയിരുന്നു. അത് വൈറലായ റീലായിരുന്നു. അപ്പൊ ഒരാൾ അതുപോലെ ഭയങ്കര ട്രഡീഷണലായി വന്നു. മറ്റേയാളെ പറയാനാണെങ്കിൽ, പാർട്ട്ണറെ കുറിച്ച് പറയാനാണെങ്കിൽ, മരണമാസ സിനിമ ഞാൻ വളരെ റീസെന്റ് ആയിട്ട് കണ്ട. അതില് ബേസിൽ ജോസഫിനെ പോലെ മുടിയൊക്കെ കളർ ചെയ്തിട്ട് ആഷി നോർമലി എല്ലാ ഇന്റർവ്യൂവിലും ആഷി നല്ല കീറിയ പാന്റ്, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ജാക്കറ്റ്സ്, ഗ്ലാസ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് പൊതുവെ എല്ലാ ഇന്റർവ്യൂവിലും വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, നിന്നെ എല്ലാവരും ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ എല്ലാ ഇന്റർവ്യൂ എടുത്താലും ആഷി ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നീ ഇന്ന് എക്സി ആയിട്ട് വാ, കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് എക്സി. അപ്പോൾ എന്നോട് പറഞ്ഞ് ഫുൾ ബ്ലാക്ക് ഇട്ട്. അങ്ങനെ ആഷി ഫസ്റ്റ് ടൈമാണ് ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ ഇരിക്കുന്നത്. അതെ, നോർമലി ഫുള്ള് കീറിയ പെയിന്റും കുറെ ജാക്കറ്റും കുറെ കളർഫുള്ളും തൊപ്പിയും ഗ്ലാസും ഓർണമെന്റ്സും ഒക്കെ ഇട്ടാണ് നിൽക്കുക. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ട്രഡീഷണൽ കോസ്റ്റ്യൂമാണ്. ട്രഡീഷണൽ ചുരിദാർ ആണെങ്കിലും ട്രഡീഷണൽ സാരീസ് ആണെങ്കിലും പൂവൊക്കെ വെച്ച് പൊട്ടൊക്കെ വെച്ച്. ഞാൻ പൊട്ട് വെച്ചാലും പ്രശ്നമാണ്, അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഒരുങ്ങി വരാനും. ചില ഫ്രണ്ട്സൊക്കെ ചോദിക്കും ജാസി എന്നുള്ളൊരു പേര് പറയുമ്പോൾ നമുക്കൊരു ഐഡൻറ്റിറ്റി. ജാസി, ഡ്രസ്സ് അപാരമാണ്, അങ്ങനെ തോന്നുന്ന ഒരു ഐഡൻറ്റിറ്റി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ പൊതുവെ ഏത് സ്ഥലത്ത് പോവാണെങ്കിലും, ഒരു നോർമൽ ഒരു ഇൻ്റർവ്യൂവിനാണെങ്കിലും, ഒരു ഇനാഗുറേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ എന്തൊരു പ്രോഗ്രാമിന് പോവാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അണിഞ്ഞൊരുങ്ങി നല്ല പൂവൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു ഗ്രാൻഡ്. കാരണം നമ്മളെ കാണുമ്പോൾ ആൾക്കാരെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കണം, ഒരു 10 സെക്കൻഡ് ഇങ്ങനെ നോക്കി അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എവിടെ പോകണമെങ്കിൽ കുറച്ച് ഒരുങ്ങിയിട്ടൊക്കെ പോവുള്ളൂ. എനിക്ക് ഭയങ്കര ഇതാണ്. എസ്പെഷ്യലി ഇല്ലില്ല, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇല്ല, ഒന്നാമത് എനിക്ക് മരിച്ച വീടുകളിൽ പോകുന്നത് ഭയങ്കര പേടിയാണ്. പേടി മീൻസ് അതല്ല, എനിക്ക് പേടി മീൻസ് അതല്ല, പക്ഷെ പോവാതെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരെ മരിക്കുമ്പോൾ നമുക്ക് പോയി കാണണല്ലോ. പക്ഷെ എനിക്ക് പോയി അവിടുത്തെ ഈ ചന്ദനത്തിരിയുടെ സ്മെല്ല്, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു മൂകത ഒക്കെ കാണുമ്പോൾ എനിക്ക് ഉള്ളിനുള്ളിൽ ഭയങ്കരമായിട്ട് ഒരു പേടി വരും. എനിക്കത് പേടിയാണ് സത്യം പറഞ്ഞാല്. എനിക്കൊരിക്കലും അങ്ങനെ നിൽക്കാൻ പറ്റില്ല ഒരു മരിച്ച വീട്ടിൽ പോയിട്ട് കുറെ നേരം. ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഒരു കല്യാണ വീട്ടിലൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഗ്രാൻഡ് ആയിട്ട് ഇങ്ങനെ പോയി അടിച്ചു പൊളിച്ച് നിൽക്കാം. മരിച്ച വീട്ടിൽ ഈ ഒരു അറ്റാറിൽ പോലെ ഒരു വിഷ്വലൈസ് ചെയ്യാം. അയ്യോ, ആൾക്കാർ എന്നെ വലിച്ചിട്ട് കീറി കൊല്ലും ഒട്ടിക്ക് പോസ്റ്ററില്. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞു മുടിയൊക്കെ കളർ ചെയ്ത്. ഇപ്പൊ വീട്ടിലെ പണ്ട് കളർ കോഴികളൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടിയിട്ടാണോ? സുരഭി ചേച്ചി പറഞ്ഞ പോലെ കളർ കോഴികളെ ഞെക്കി പൊട്ടിക്കുന്നു പോലെ. അല്ല, ആശയം ഇപ്പൊ ഞങ്ങൾക്ക് ഈ പ്രൊമോഷൻസും അതേപോലെ പാർലറിന്റെ പ്രൊമോഷൻസ് ഒക്കെ വരുമല്ലോ. അപ്പൊ എനിക്ക് മന്ത്ലി ഒരു 3-4 പാർലർ എന്തായാലും പ്രൊമോഷൻസ് വരും. അപ്പൊ ആശി എപ്പോഴും പോയിട്ട് ഓരോ കളർ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കും. ഒരു ബ്രൗൺ ആയിരുന്നു, ലേഡീസ് ആകുമ്പോൾ ഒരുപാട് ചെയ്യാനുണ്ട്. പെഡിക്യൂർ, മാനിക്യൂർ, അങ്ങനെ ഇങ്ങനെ കുറെ ഉണ്ട്. ഫേഷ്യൽ ഇവർക്കാണെങ്കിൽ കട്ടിങ്ങും ഷേവിങ്ങും കഴിഞ്ഞല്ലോ, വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആശി ഹെയറിൽ കളർ ചെയ്യാറുണ്ട്. ജാസിന് ഇപ്പൊ നമ്മള് പറഞ്ഞു, ഞാനിങ്ങനെ കോസ്റ്റ്യൂം യൂസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ജാസിന്റെ കൂടെ പിടിച്ചേക്കണല്ലോ, ട്രഡീഷണൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും മാച്ച് ആവില്ല, നിങ്ങള് മാർക്ക് കൊണ്ടുപോകും. ഞാൻ എന്തെങ്കിലും ഒരു കോസ്റ്റ്യൂം എടുത്തിട്ടു. കൊള്ളാം. പക്ഷെ എനിക്ക് ഈ മോഡൽ ഡ്രസ്സുകൾ ചേരത്തില്ല. അത് ഞാൻ ഒരു ഇന്റർവ്യൂല് കണ്ട് ആഷിക്ക് ഇഷ്ടമല്ല ജാസി ഇങ്ങനെ റിവീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഡ്രസ് ഇടുന്നില്ല, ചെറുതായിട്ടെങ്കിലും ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് പൊതുവെ എന്താണ് ആഷിക്ക് ഇഷ്ടമല്ല അങ്ങനെ എക്സ്പോസ് ചെയ്ത ഡ്രസ് ഇടുന്നത്. അതിപ്പോഴും ഇഷ്ടമല്ല. അയ്യോ, എനിക്ക് ലാസ്റ്റ് ഞാനൊരു കോസ്റ്റ്യൂം ഇട്ടായിരുന്നു, ഒരു കുറച്ച് ഇങ്ങനെ ഒരു ഇതുള്ള ഒരു ഗൗൺ ടൈപ്പ്. അത് ഒരു നൈറ്റ് പാർട്ടിയാണ്, കോക്ടെയിൽ വിത്ത് ഫാഷൻ എന്നായിരുന്നു അവരുടെ തീം. നമുക്ക് അതിൽ ഒരു സാരി എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ഗൗൺ ചുരിദാറിട്ട് പോകാൻ പറ്റില്ലല്ലോ. അവിടെ എന്തായാലും ഒരു പാർട്ടി ഗൗൺ എന്തെങ്കിലും ഇടണല്ലോ. പക്ഷെ അത് ഇട്ടിട്ട് പോയിട്ട് എനിക്ക് അങ്ങ് എന്താ പറയാ, ഗൗൺ അടിപൊളിയായിരുന്നു ഹാൻഡ് ഡിസൈൻസിന്റെ. പക്ഷെ എനിക്ക് അതെന്തോ കംഫർട്ടബിൾ ആയി ഫീൽ ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല.
ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. പക്ഷെ എനിക്ക് എപ്പോഴും സാരി ചുരിദാർ ഒക്കെ ഇട്ട് പൂവൊക്കെ വെച്ച് പോകുന്നതാണ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടം. അല്ല കലിപ്പന്റെ കന്തരിയാണ്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഞാൻ ലാസ്റ്റ് റീൽസിൽ ഇട്ടിട്ട് അപ്പൊ എന്നോട് ചോദിക്കും ആഷിക്ക് എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ പിന്നെ ഇപ്പൊ ജാസി ലാസ്റ്റ് ഇട്ട റീൽസിൽ ജാസിയുടെ കുറച്ച് വയറ് കാണുന്നുണ്ടല്ലോ എന്നൊക്കെ. അത് ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി അതും ഞാൻ അധികം എക്സ്പോസ് ആയതുകൊണ്ട് കുറച്ച് മേലൊക്കെ അത്രത്തോളം കയറ്റിട്ടൊക്കെയാണ് ആ മുണ്ട് കൊടുത്തിട്ടുള്ളത്. കാരണം ജയഭാരതി മാമിനെ ഇൻസ്പയർഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മാനത്തെ മഴമുകിൽ മാലകളെ ചെലുത്ത മടപ്പിറാവുകളെ, ആ പാട്ടാണ് ചെയ്തത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ സൗണ്ട്. ഞാൻ നിങ്ങളുടെ ഒരു ഡാൻസ് വീഡിയോ ഒക്കെ ഒരു ക്ലാസിക്കൽ ഡാൻസ് കളിച്ചില്ലേ, ഞാൻ ഫസ്റ്റ് അതാ കാണുന്നത്. ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട്. ആണോ? താങ്ക് യു. ഞാൻ കുറെ പേർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ കളിക്കുന്നത്. കലാപ്രതിഭ പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ. അല്ല പക്ഷെ പാട്ടായാലും ഡാൻസ് ആയാലും എല്ലാം ഇഷ്ടമാണ്. സിനിമയിലൊക്കെ ഒരു ചാൻസ് ഉണ്ട്. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ലൈക്ക് പാട്ട് പാടുന്നത് ഇഷ്ടമാണ്, ഡാൻസ് കളിക്കുന്നത് ഇഷ്ടമാണ്, മേക്കപ്പ് ഇഷ്ടമാണ്, ഡിസൈൻ ചെയ്യും, ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യും. അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആ വീഡിയോസ് ഇട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് ടീച്ചേഴ്സ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസിക്കൽ ടീച്ചേഴ്സ് ജാസി പഠിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം, കുറച്ചും കൂടെ ശ്രദ്ധിച്ച് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊക്കെ കുറെ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. അവരൊക്കെ മെസ്സേജ് ചെയ്തപ്പോ ഭയങ്കര സന്തോഷമായി. റീസെന്റ് ആയിട്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ഒരു വ്യക്തി പറഞ്ഞു, ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ചില ആളുകൾ ട്രാൻസ് ആണെന്ന് തിരിച്ചറിയുന്നുണ്ട്, പക്ഷെ അത് സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു തെറ്റാണ്. പക്ഷെ നമുക്ക് അറിയില്ലല്ലോ നമ്മൾ എപ്പോഴാണ് കമ്മിങ് ഔട്ട് ചെയ്യുന്നത്. അതായത് ചിലപ്പോ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മളെ സമൂഹം ട്രാൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്, അവരെ കുറിച്ചിട്ടുള്ള സിനിമകൾ വരുന്നത്. അപ്പോ ചിലപ്പോ അവരെ ഫാമിലിയിൽ തന്നെ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അത്രയും കഷ്ടപ്പെട്ട് അതെ ബുദ്ധിമുട്ടിയൊക്കെ ആയിരിക്കും ഒന്ന് കമ്മിങ് ഔട്ട് ചെയ്യുന്നത്. അപ്പോ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ട്രാൻസ് വ്യക്തിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതിനോട് അത് കണ്ടിരുന്നു? കണ്ടിരുന്നു. ആ പ്രസ്താവനയിൽ ഒരിക്കലും യോജിക്കുന്നില്ല. അത് തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ്, തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അത് കൊടുക്കുന്നത്. ഇപ്പൊ ഉദാഹരണം ഞാൻ വേറൊരു ആൾക്കാരെ കാര്യമില്ല പറഞ്ഞത്, എന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പൊ ട്രാൻസ് ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ മുമ്പ് ഒരു കല്യാണം കഴിച്ച വ്യക്തിയാണ്. എന്റെ ലൈഫില് എന്റെ ഫാമിലീസിനും എന്റെ ബാക്കിയുള്ള ആൾക്കാർക്കും ഒരു കാരണം എനിക്ക് 2 ചേച്ചിമാരാണ്. അപ്പൊ ഞാൻ ഒരു മുമ്പേ ട്രാൻസ് ആയിരുന്നു. അപ്പൊ അവരുടെ ലൈഫ് എന്താവും എന്നുള്ളത് ഒരു ഫോക്കസ് എനിക്കുണ്ട്. പിന്നെ അതിനൊക്കെ ഉപരി ഞാൻ എന്റെ ഫാമിലിനെ നന്നായിട്ട് പേടിച്ച് വളർന്നൊരു വ്യക്തിയാണ്. അപ്പൊ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലൈഫ് എന്താവും എന്നത് എനിക്ക് ഓൾറെഡി ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ പിന്നെ എന്റെ ഉപ്പാനെ പേടിയായിരുന്നു. വീട്ടില് ആൾക്കാരോട് ഞാൻ ഇങ്ങനെ ഇത് തുറന്ന് പറയാം. പേടി മീൻസ് ആ ഒരു പേടിയില്ല, ബഹുമാനം കൊണ്ടൊരു പേടി. അപ്പൊ ഇത് തുറന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള ഒരു ഇത് എനിക്ക് ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ വീട്ടുകാരെ പറഞ്ഞ പോലെ ഞാൻ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ആ കല്യാണം എനിക്ക് പറ്റുന്നില്ല എന്നുള്ള തോന്നിയോണ്ടാണ് പിന്നെ അത് ആക്കിയത്. പിന്നെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ എന്റെ ഒരു ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് ഓക്കെ ഇനി അഭിനയിച്ച് ജീവിക്കേണ്ട, കാരണം ഞാൻ എന്താണെന്നുള്ളത് ഞാൻ തുറന്ന് പറയാം, സമൂഹത്തിനോട് പറയാന്നുള്ള രീതിയിൽ ഞാൻ കൺവേർട്ട് ചെയ്ത് വന്നത്. ഇപ്പൊ ഈ കല്യാണം കഴിച്ച ആൾക്കാർക്ക് ചെറിയൊരു കുട്ടികൾ ഉണ്ടാവായിരിക്കും. എനിക്ക് കുട്ടികളില്ല കേട്ടോ, ഞാൻ 1 മാസം താമസിച്ചുള്ളൂ. അപ്പോൾ കല്യാണം കഴിച്ച കുട്ടികൾ ഉണ്ടാവായിരിക്കും, അവർക്ക് 2 കുട്ടികൾ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവരൊരു ഭാവിയിൽ അവരൊരു പെണ്ണായി മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അവർക്ക് അത് ആ സമയത്താണ് അത് അവർക്ക് തുറന്നു പറയാൻ പറ്റും. കാരണം അവരുടെ സാഹചര്യങ്ങളാണ്, എല്ലാവരും ഒരേപോലത്തെ സാഹചര്യം ആയിരിക്കില്ലല്ലോ. അപ്പൊ ഈ പറഞ്ഞ വ്യക്തിയുടെ സാഹചര്യം ആയിരിക്കില്ല ഈ വേറൊരാളെ സാഹചര്യം. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്കെന്തോ ആ പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നില്ല. അത് ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ അതാണ് ഏറ്റവും അത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഭയങ്കര വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പുറത്ത് പോണ സമയത്ത് നമ്മളോട് ചോദിക്കണം, നിങ്ങൾ ഫുൾ സർജറി ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ഡൗൺ സർജറി ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ഒന്നും ചെയ്യാണ്ടാണോ ഡ്രസ്സ് ഇട്ട് നടക്കുന്നത്, അങ്ങനെയൊക്കെ ആൾക്കാർ ചോദ്യം വരില്ലേ. നിങ്ങൾ കുട്ടികളുണ്ടോ, നിങ്ങൾ മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ടോ, അതൊക്കെ ക്വസ്റ്റ്യൻസ് വരില്ലേ. അത് വളരെ മോശപ്പെട്ട ഒരു പ്രസ്താവനയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി പെട്ട ഒരാളെ പറയുമ്പോൾ അത് കുറച്ചും കൂടെ അതിന് പവർ കൂടും. അതാണ് ഉണ്ടായ സംഭവം. ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടുപേരും ഈ ബ്രൈഡലിന്റെ ഒക്കെ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ വരുന്ന കമന്റ് എപ്പോഴാണ് കല്യാണം ഓൾറെഡി ഞങ്ങളുടെ കല്യാണം ഓൾറെഡി ഒരു ഫ്രണ്ട്സിനൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ് കല്യാണം. അപ്പോൾ ഇനി പക്ഷെ ഗ്രാൻഡ് ആയിട്ടൊന്നുമില്ല, വളരെ നോർമൽ ആയിട്ടുള്ള ഫ്രണ്ട്സ്, കുറച്ച് ഞങ്ങൾ അടുത്തറിയുന്ന ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നിട്ടാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഇൻഫ്ലുവൻസേഴ്സിന്റെ കല്യാണത്തിലൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. കുറെ ഇൻഫ്ലുവൻസിന്റെ കല്യാണം ഇങ്ങനെ കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഒന്നും കൂടെ ഒന്ന് കെട്ടാം, ഒന്നും കൂടെ ഒന്ന് ഞങ്ങൾക്ക് കെട്ടാം എന്ന് വിചാരിച്ചു. കല്യാണം അത് കുറെ മുമ്പാണ്. ജസ്റ്റ് ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമായിട്ട് വളരെ സൈലന്റ് ആയിട്ട് കഴിഞ്ഞൊരു കല്യാണം.
അപ്പൊ കുറച്ചുകൂടെ ഒന്ന് വൈബ്രന്റ് ആയിട്ട് കഴിക്കണം ബ്രൈഡൽ ഷവർ, കുറെ തീം അതെ, അങ്ങനെ theme wise- അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ബീച്ച് വെഡിങ് ചെയ്യണം, അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ആഗ്രഹങ്ങളുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ട്. ഇനി കുറച്ച് ആശ സംസാരിക്കുന്നത് ഞാൻ തന്നെ സംസാരിച്ച എല്ലാ ഇന്റർവ്യൂ ആഗ്രഹങ്ങൾ അല്ല, ഞാൻ മിക്ക ഇന്റർവ്യൂസിലും കണ്ടിട്ടുണ്ട് ആശി ഒന്നും സംസാരിക്കാറില്ലേ, സൈലന്റ് ആണ്. സപ്പോർട്ട് ചെയ്യണം. സംസാരിക്കുന്നത് മുഴുവൻ ഇവിടെ സപ്പോർട്ടിങ് അങ്ങനെയാണോ? ആശി പൊതുവെ ആശി നന്നായിട്ട് Introvert ആണ്. ഒരിക്കലല്ല. ഫസ്റ്റ് ഒരാൾ കാണുമ്പോൾ ഉള്ളൊരു ഇതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സിനോട് എന്നെക്കാട്ടും കൂടുതൽ കമ്പനി ആവുന്നതും കുറച്ച് കഴിഞ്ഞാല് ജാസി നീ ആരാണ്? എന്നോട് അല്ല, എന്റെ ഫ്രണ്ട്സ് അങ്ങനെയുണ്ട്, കുറെ ആൾക്കാർ അങ്ങനെയുണ്ട്. കാരണം എന്നോട് പറയും എന്താണ് എന്നെ വിളിക്കില്ല, ആശിനെ വിളിക്കുക, എടാ നീ എവിടെയാ, അങ്ങനെയാ. കാരണം അത്രയും ആശയമായിട്ട് പിന്നെ നല്ല കമ്പനിയാവും. ഇപ്പൊ ഇവൻ വിനു ഒക്കെ എന്റെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പൊ എന്നെക്കാട്ടും കൂടുതൽ ഇവരോടാണ് കമ്പനിയും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ആഷിനോട് ചോദ്യം ചോദിക്കാൻ പറഞ്ഞു, അപ്പൊ ഞാൻ ചോദിക്കാണ്. അപ്പോ ജാസി ട്രാൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ആഷി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ ട്രാൻസ് പീപ്പിൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം അയക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് അപൂർവമായിട്ടുള്ള ഒരു കേസാണ്, ഉണ്ട്. പക്ഷെ എന്നാലും ഇത്ര പബ്ലിക് ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു കേസാണ്. അപ്പോ എങ്ങനെയായിരുന്നു വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ജാസിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിൽ? വീട്ടിലെല്ലാം പ്രശ്നങ്ങളാ. സ്റ്റിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും വീട്ടിലൊക്കെ കേറ്റാറില്ലേ? എങ്ങനെയാണ്? ഇല്ല പോവാറില്ല. എന്റെ വീട്ടിലേക്ക് പോവാറുണ്ട്, കേറ്റാറില്ലല്ലോ, പോവാറില്ല. കോണ്ടാക്ട് ഒക്കെ ഉണ്ട് കേട്ടോ. മുഴുവനായിട്ടും ഒരു കോണ്ടാക്ട് ഇല്ലായി ഒന്നുമില്ല. കോണ്ടാക്റ്റും വീട്ടിൽ ഉമ്മാനെ വിളിക്കാനുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്, കോണ്ടാക്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ, അത്രേ ഉള്ളൂ. ആഷിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇപ്പൊ ജാസിനെ എല്ലാരും കുറ്റപ്പെടുത്തുന്നുണ്ട്, ബാഡ് കമന്റ്സ് പറയുന്നുണ്ട്, അപ്പോ ഇത്രമാത്രം ഹെയ്റ്റ് ഒന്നും ഈ ഒരു വ്യക്തി അർഹിക്കുന്നില്ല, ഒരുപാട് സ്നേഹം? അതുകൊണ്ടല്ല നിക്കണത്, എനിക്ക് ശരിക്കും നിങ്ങളെക്കാട്ടി ഇവര് കമന്റ് ഇടുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്ക് അറിയുന്നവരെ കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ അതുപോലെ എനിക്ക് സങ്കടം അറിയാം, ഇവനെ കുറെ ആൾക്ക് എന്നെ പറയണത് പറഞ്ഞോട്ടെ, എനിക്ക് എന്റെ വീട്ടുകാരെയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് എന്നെ പറയുന്നത് എനിക്ക് ടെൻഷൻ. കാരണം ഞാൻ അതൊക്കെ പണ്ട് മുതലേ കേട്ട് വന്നതാണ്, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഇവനും എന്റെ വീട്ടുകാരൊക്കെ പറയുമ്പോൾ പേഴ്സണലി ഭയങ്കര വിഷമം തോന്നുന്നു. കാരണം ഇവന് അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ അവന് അങ്ങനെ ഒരു പേരും കൂടി കേൾക്കുമ്പോൾ ഒരു വിഷമം എനിക്ക് പേഴ്സണലി നല്ല ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ജാസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചെറുപ്പത്തിലെ നമുക്ക് ഒരു സ്റ്റേജ് എത്തുമ്പോഴായിരിക്കുമല്ലോ അറിയാവുന്നേ, ഞാൻ ആണായിട്ട് ജനിച്ചു പക്ഷെ എന്റെ ഐഡന്റിറ്റി ഇതല്ല എന്ന്. ആ സമയത്ത് പേടി തോന്നിയിരുന്നോ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആരെടുത്തെങ്കിലും പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയിരുന്നോ? എനിക്ക് പേടിയല്ല, എനിക്ക് ഞാൻ വിചാരിച്ചത് എന്റെ ലൈഫിൽ ഇതെന്താ ഞാൻ ഇങ്ങനെ, ഞാൻ വിചാരിച്ചത് ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ, ഇത് എനിക്ക് മാത്രമുള്ള ഒരു സംഭവമാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. കാരണം ഞാൻ വേറൊരാളെ കാണുന്നില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ സ്കൂളിലാണെങ്കിലും എൻ്റെ ചുറ്റുപറ്റത്താണെന്നുണ്ടെങ്കിലും എൻ്റെ നാട്ടിലാണെങ്കിലും ഒക്കെ ഞാൻ കാണുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അത് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു ഇൻസിഡന്റ് ഏതായിരിക്കും? എനിക്ക് പൊതുവെ ലേഡീസ് ഡ്രസ്സിനോടായിരുന്നു അന്ന് താല്പര്യം. ചേച്ചിമാരുടെ ഡ്രസ്സ് എടുക്കുക, വള എടുക്കുക, മാലെടുത്ത് കമ്മലിടുക, അങ്ങനെയൊക്കെ കളിക്കുമ്പോഴും അമ്മയായിട്ട്. അപ്പോൾ നമ്മൾ പണ്ട് കളിക്കില്ലേ, ഞങ്ങളവിടെ കുഞ്ഞിച്ചോറും കൂട്ടാനെന്നാ പറയാ. അപ്പൊ അത് കളിക്കുമ്പോൾ ഞാനായിരിക്കും അമ്മ, എനിക്ക് അമ്മയാവാൻ ഇഷ്ടം, എനിക്ക് അച്ഛാവാൻ ഇഷ്ടമല്ല. അതേപോലെ അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് അന്ന് ഇവനോട് സ്റ്റോറി പറയാറുണ്ട്. അന്ന് കേസറ്റ് കിട്ടും. ആണോ? അന്ന് ചെറിയ കേസറ്റ് കിട്ടും, വലുതല്ലേ, കുഞ്ഞു ഓലയുള്ള കേസറ്റ്, പണ്ടത്തെ, കുറച്ച് വയസ്സായേ. അപ്പൊ അതിങ്ങനെ കൊറേ ഇങ്ങനെ എടുത്തിട്ട് കൊറേ ആയിട്ട് മുടി പോലെ ആക്കിയിട്ട് തലയിൽ മുടി വെക്കും, എന്നിട്ടാണ് കളിക്കുക. അപ്പൊ അതൊക്കെ ഞാൻ അവരോട് ഷെയർ ചെയ്തൊരു അനുഭവം പറഞ്ഞതാ. സ്കൂളിലൊക്കെ ആകുമ്പോൾ ഞാൻ വേറെ ആരും കാണുന്നില്ല, അപ്പൊ എല്ലാവരും കളിയാക്കാറുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് മാത്രം പഠിച്ചോണ്ട് ഇങ്ങനെ, ഇത് ഞാൻ മാത്രമല്ല ഈ ലോകത്ത്, ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ഒരു ദിവസം ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്, എൻ്റെ ക്ലാസ്സിൽ 10th എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ചത് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മുഹമ്മദ് എന്ന്. അപ്പം ആ മുഹമ്മദ് ഞാൻ നല്ല കമ്പനിയാണ്. മുഹമ്മദിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ, മുഹമ്മദ് ഇങ്ങനെ എന്താ, 10th പഠിക്കുമ്പോൾ. അതിന് മുമ്പ് ഞാൻ വേറെ ആരും കാണുന്നില്ല. അവനോട് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എൻ്റെ ഒരു കുടുംബത്തിലെ ഒരു ഫ്രണ്ട് ഇതേപോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നെ ആ ഫ്രണ്ടിന്റെ കണക്ട് ആദ്യമായിട്ട് മുഹമ്മദിനോടാണ് ഇത് പറഞ്ഞത്. അപ്പൊ നേരത്തെ ഈ ഡ്രസ്സുകളും ഈ വളകളും നമ്മളെ ഉമ്മമാർക്കും മാതാപിതാക്കൾക്കും മനസ്സിലാവും. കാരണം അവരോട് പറയല്ലോ, ഇതെന്താ നിന്റെ മോൻ ഇങ്ങനെ നടക്കുന്ന പെണ്ണുകളെ കൂടെ ചോദിച്ചിരുന്നു. ഞാൻ കളിക്കുന്ന സമയത്ത് പെൺകുട്ടികളെ കൂടെ കളിക്കുക, ആളുകളോട് കളിക്കാൻ ഞാൻ പോവില്ല. കാരണം അവരെന്നെ കളിക്കാൻ കൂട്ടത്തില്ല. അവർ അടിക്കുന്ന ബോളും പന്തും പോയി എടുത്തുകൊണ്ടിരായിരിക്കും എന്റെ പണി. എനിക്ക് കളിക്കാനും പറ്റത്തില്ല. അവര് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ പോവാറില്ല അവരുടെ അടുത്തേക്ക്. അതൊക്കെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ആ സമയത്ത് നല്ലോണം വിഷമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കൂട്ടത്തിൽ നിന്ന് ചെക്കന്മാര് കളിയാക്കും, പെൺകുട്ടികളുടെ കൂടെ കളിക്കുമ്പോഴും കളിയാക്കും. കുറെ എനിക്ക് എന്റെ വാസ്റ്റ് ലൈഫ് എന്ന് പറയാൻ വലിയ സന്തോഷമുള്ള ലൈഫ് ഒന്നുമല്ല. നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലെ
കണ്ണാടിന്റെ മുന്നിലൊക്കെ പോയിരുന്ന കരയ. അതുപോലെ ഏറ്റവും ഹാർഡസ്റ്റ് പാട്ട് എന്തായിരുന്നു ഈ ഗ്രോയിങ് അപ്പില്? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന സമയത്ത് കുറേ ആൾക്കാർ, കുറേ ചെക്കന്മാരെ ക്ലാസ്സിലല്ല സ്കൂളിലെ കുറച്ച് ചെക്കന്മാർ വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഹറാസ്മെന്റ് ചെയ്തു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അന്ന് ഒരു യുവജനോത്സവമായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് NCC യിലുണ്ട്. അന്ന് NCC ഉണ്ടെങ്കിൽ അത്യാവശ്യം ഹൈറ്റും വെയിറ്റുള്ള ആൾക്കാരെ NCC കേഡറ്റ് ആയിട്ട് എടുക്കുള്ളൂ. ഞാൻ അന്ന് അത്ര ആഗ്രഹങ്ങൾ പറഞ്ഞതുകൊണ്ട് താങ്ക് യു സെയ്ദീൻ മാഷിനോട് ഞാൻ പോയി ഓഫീസിൽ പോയിട്ട് സാറേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറേ ഇതിൽ അഭിനയിക്കാൻ. അന്ന് എന്താണെന്ന് ഞായറാഴ്ച പരേഡ് ഉണ്ടാവും. ഈ പരേഡ് കഴിഞ്ഞിട്ട് അന്ന് പൊറാട്ടയും എഗ് കറി ആയിരിക്കും കിട്ടുക. ഇത് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ കിടത്തായത്. അതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ സെൻസാർ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ 10th എക്സ്ട്രാ മാർക്ക് കിട്ടും. ഉണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത് അങ്ങനെ? ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 10th മാർക്ക് കുറവാണെങ്കിൽ ഇതിന്റെ ഗ്രേഡ്സ് മാർക്ക് ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതും കൂടി ഒരു ഫോക്കസ് ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ അവിടെ സ്റ്റാഫ് റൂമിൽ പോയി പറഞ്ഞിട്ടാണ് എന്നെ ഇതിലേക്ക് എടുക്കുന്നത് സാറ്. അപ്പോൾ അന്ന് ആ ഡ്രസ്സ് ഇട്ട് വളരെ ചെറുതാ. ആ ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് അന്ന് ഇടുന്ന ഒരു പണ്ടത്തെ പോലീസുകാരെ പോലത്തെ ഡ്രസ്സായിരിക്കും. പാൻറ്റൊന്നും കിട്ടത്തില്ല, ഒരു വലിയ ട്രൗസർ ആയിരിക്കും, ഇങ്ങനത്തെ ബാഗി ജീൻസ് ഒക്കെ വലിയൊരു ട്രൗസർ. അപ്പൊ ഞാൻ അതിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആ ഭാഗത്ത് സ്കൂളിലെ പരിപാടിയാണ്, യുവജനോത്സവമാണല്ലോ. അപ്പൊ അങ്ങോട്ട് ചെക്കന്മാരെ കടത്തി വിടരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ 3-4 പേര് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ. പോലീസ് ബെഞ്ചൊക്കെ ഇട്ട് മേലെ അങ്ങനെ കയറി ഇരിക്കുക. കുറച്ച് ചെക്കന്മാർ വന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകാൻ പാടില്ല, ഇതിൽ കൂടെ എൻട്രി ഇല്ല, അപ്പുറത്ത് കൂടെ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് ഡെസ്ക് ഒക്കെ എടുത്ത് മാറ്റിട്ട് അവരങ്ങനെ കിടക്കുക. അപ്പൊ ആ സമയത്ത് എന്നെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായിട്ടാകുമ്പോൾ ഇങ്ങനെ അന്ന് ചാന്തപ്പൊട്ട് സിനിമ ഒന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. അന്ന് ഇപ്പോഴാണ് ആൾക്കാർ അങ്ങനെ ആ സിനിമയുടെ കാര്യം പിന്നെ പറയാം. അപ്പോൾ എന്താണ് ഈ ഇന്നെ കണ്ടിട്ട് ഇവര് അന്ന് പെൺകൂസ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നീ എന്താ പെണ്ണ പോലെ, നീ പെൺകൂസനാണോ, അങ്ങനെയാണോ എന്നൊക്കെ. അന്ന് ഈ 9 എന്നുള്ള വീഡിയോ ഒന്നും എനിക്ക് ശാരീരികമായ ഉപദ്രവങ്ങൾ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ തന്നെയാണ് എന്നെ പറഞ്ഞിട്ട് അടിക്കുക ചെയ്യുന്നത്. അതാണ് എന്റെ ലൈഫിൽ. അന്ന് കുറെ കരഞ്ഞു. അത് വീട്ടിൽ പറയാൻ പേടിയാണ്. കാരണം വീട്ടിൽ പറഞ്ഞാലും പേടിക്കണം. ഞാൻ പെണ്ണുകളെ പോലെ ആയതുകൊണ്ടാണ് എന്നെ അടിച്ചത്. അപ്പൊ നീ ആണോട് പോലെ നടക്കുന്ന വീട്ടുകാർ പറയുന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അന്ന് അത്യാവശ്യം ബുദ്ധി ഉണ്ടായിരുന്നേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയാൻ കുറേ ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഒക്കെ പറയാൻ പേടിയാണ് എനിക്ക്. ബീറും കുപ്പിയൊക്കെ എനിക്ക് ഏറ് കിട്ടിയിട്ടുണ്ട്. ബീറിന്റെ കുപ്പിയിട്ട് കളിക്കുന്ന സമയത്ത് ബീറും കുപ്പിയായിട്ട് എനിക്ക് ഏറ് കിട്ടിയിട്ടുണ്ട് തലയ്ക്ക്. അതൊക്കെ എന്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ്. ഇപ്പൊ ജാസിന്റെ ലൈഫ് സ്റ്റോറി മൊത്തം അറിയാലോ. ഇനി ആഷിനെ കുറച്ച് ചെറുപ്പത്തിൽ തമാശകളൊക്കെ പറയും. ആഷി ഫസ്റ്റ് ഗേൾഫ്രണ്ട് എപ്പോഴായിരുന്നു? ജാസിന്റെ അടുത്ത് ഗേൾഫ്രണ്ട്സ് ആയിരുന്നു. ആഷി ഭയങ്കര പോവാല. ഇവര് നാട്ടിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കോഴി എന്നുള്ളൊരു സംഭവം. കോഴിയല്ല, ഇത് കാട്ടുകോഴി. കല്യാണത്തിനൊക്കെ പോലെ ബോയ്സ് അപ്പൊ നമ്മള് കല്യാണത്തിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മഞ്ഞ എനിക്ക്, പച്ച എനിക്ക്, ബെറ്റ് വെച്ച് ചോദിച്ചിരുന്നു ടൈമില്. ബെറ്റൊക്കെ വെച്ചിട്ട് എന്തൊരു അഭിമാനം. അങ്ങനെ ടൈമിൽ ജാസിനും അതുപോലെ എന്റെ കൂടെ ഒരു പെൺകുട്ടിയെ നോക്കിയിരുന്നു. പിന്നെ ആ സമയത്ത് പിന്നെ അവളെ കല്യാണം കഴിഞ്ഞു. ഇവന് ഓൾറെഡി തേപ്പും കിട്ടിയിരിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയി. ഞാൻ ഹംസായിരുന്നു, ദൂത് കൊണ്ടുവന്ന ഹംസായിരുന്നു ഞാൻ. ഒരു ഇപ്പൊ എന്നെ ഞാൻ സ്നേഹിക്കുന്ന അനിയനെ ഫ്രണ്ടിന്റെ കാര്യം കയ്യിലെടുക്കും. എന്റെ ലെറ്റർ ഒക്കെ കൊടുക്കുമ്പോൾ അനിയന്റെ കൊടുത്തിട്ട് അനിയൻ അങ്ങനെ ജാസിനെ കിട്ടിയ സ്കൂളിൽ അങ്ങനത്തെ ഒരു ഭയങ്കര ഇതുണ്ടായിരുന്നു. കാരണം ഞാൻ പെൺകുട്ടികളായിട്ടായിരുന്നു കമ്പനി മുഴുവൻ. എനിക്ക് ആണുങ്ങൾ കമ്പനി ഇല്ല. അപ്പോൾ ഈ ആണുങ്ങള് എന്റെ കൂടെ നടക്കുന്ന പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്ന ആണുങ്ങൾ എന്റെ അടുത്ത ഫസ്റ്റ് വരിക. ജാസ്തി എനിക്ക് ഇങ്ങനെ അവളെ ഇഷ്ടമാണ്, എന്നാ പുളിയച്ചാറ് അല്ലെങ്കിൽ മഞ്ച്. അപ്പൊ ഞാനത് വാങ്ങും. ഞാനത് അല്ല, എനിക്ക് അത് എനിക്ക് കിട്ടുന്നതാണ്. അവർക്ക് നീ ഇത് അവൾക്ക് കൊടുക്കണം. അപ്പൊ അന്ന് 2 മഞ്ച് അവൾക്ക് കൊടുക്കുമ്പോൾ അടുത്തൊരു മഞ്ച് എനിക്ക് കിട്ടും. അങ്ങനെ അപ്പൊ എനിക്ക് ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കാരണം എന്റെ ഫ്രണ്ട്സുകളില് ചെക്കന്മാരെ ഇഷ്ടം പറഞ്ഞ എന്നോടായിരിക്കും. അപ്പൊ ഞാൻ അവിടെ പോയി പറയാൻ വേണ്ടിട്ട് എനിക്ക് അന്ന് കുറെ കൈക്കൂലിക്കാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇന്റർവ്യൂ നമുക്ക് ഈ സമയം ആക്കാം. അപ്പൊ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, ഒരു 4 മണിക്കൊക്കെ ആക്കാൻ പറ്റും. ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണല്ല എന്താ അറിയോ, ഇപ്പൊ ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളുടെ ഷൂട്ട് പ്ലാൻ ഉള്ള ദിവസങ്ങളാണ്. ഇപ്പൊ കുറച്ചൊക്കെ ഷൂട്ട് ഉണ്ട്. അപ്പൊ ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞ് വന്ന ട്രാവലിംഗ് ആയിരിക്കുമല്ലോ, നല്ല ട്രാവലിംഗ്. ഇപ്പൊ 2 ദിവസം മുമ്പ് ഷൂട്ട് ഉണ്ടായിരുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിന് ട്രെയിനിൽ പോകുന്ന കൊച്ചി ടു തൃശ്ശൂർ പോയി അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഔട്ട്ഡോർ ഷൂട്ടായിരുന്നു. അപ്പൊ അത്ര നേരം ഷൂട്ട് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങി പിന്നെ ഉച്ചക്ക് എണീക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അന്ന് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇവൻ ലൈവില് സ്ട്രീമിങ് ഇരിക്കുന്നുണ്ട് ടിക്ടോക്കില്. അപ്പൊ അങ്ങനെയൊക്കെ